ലയൺസ് ക്ലബ് 2026-27 വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു. ചെറുപുഴ ലയൺസ് ഹാളിൽ നടന്ന കുടുംബസംഗമത്തിൽ ഇന്റർനാഷണൽ ട്രെയിനറും ഗ്ലോബൽ ആക്ഷൻ ടീം ലീഡറുമായ അഡ്വക്കേറ്റ് AV വാമനകുമാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തി. പ്രസിഡന്റ് ബോബൻ ജോസഫ് അധ്യക്ഷനായി. പ്രോഗ്രാം ഡയറക്ടർ PT ഫ്രാൻസിസ്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ കോർഡിനേറ്റർ KK വേണുഗോപാൽ, റീജിയണൽ ചെയർപേഴ്സൺ മഞ്ജു അഭിലാഷ്, സോൺ ചെയർപേഴ്സൺ NK സാലു, സെക്രട്ടറി റോയ് ജോസഫ്, ട്രഷറർ തോമസ് ജോസഫ്, ജോൺസൺ C പടിഞ്ഞാത്ത്, മെൻഡലിൻ മാത്യു, സത്യവതി വേണുഗോപാൽ, PM സെബാസ്റ്റ്യൻ, മാത്യു ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ജോൺസൺ C പടിഞ്ഞാത്ത് പ്രസിഡന്റായും PM സെബാസ്റ്റ്യൻ സെക്രട്ടറിയായും മാത്യു ഫിലിപ്പ് ട്രഷററായും സ്ഥാനമേറ്റു. കായിക താരമാണ് കാൾ ലൂയിസ്. കേട്ടിട്ടുണ്ടാവല്ലോ കാൾ ലൂയിസിനെ കുറിച്ച്. 10 സ്വർണ്ണ മെഡലാണ് അദ്ദേഹം ഒളിമ്പിക്സിൽ നേടിയത്. 10 സ്വർണ്ണ മെഡൽ. അതിൽ 4 ഒളിമ്പിക്സിൽ തുടർച്ചയായിട്ട് ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഒരു കായിക താരമാണ് കാൾ ലൂയിസ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് 100 മീറ്ററിൽ സ്വർണം കിട്ടി, 200 മീറ്ററിൽ സ്വർണം കിട്ടി, ലോങ് ജമ്പിൽ സ്വർണം കിട്ടി, 4x100 മീറ്റേഴ്സ് റിലേയിലും സ്വർണം കിട്ടി. 4 സ്വർണം വാങ്ങി ലോകത്തിലെ ജ്വലിക്കുന്ന താരമായി മാറി. 1988 സോളിൽ വെച്ച് നടക്കുന്ന കൊറിയയിലെ സോളിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒളിമ്പിക്സിന്റെ 6 മാസം മുമ്പ് അദ്ദേഹത്തെ വളർത്തി വലുതാക്കി, ഒരു താരമാക്കി വലുതാക്കി, അദ്ദേഹത്തിന്റെ ഒരു കോച്ച് പോലെ, വഴികാട്ടി പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം ആക്കിയ അദ്ദേഹത്തിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. 6 മാസമേ ഉള്ളൂ ഒളിമ്പിക്സിന്. ഭയങ്കരമായ ഒരു തകർച്ചയും ഒരു ഭയങ്കരമായ ഒരു ഷോക്കായിരുന്നു കാൾ ലൂയിസിന്. അച്ഛനാണ് എല്ലാം, അച്ഛനാണ് അങ്ങനെ ആക്കിയതൊക്കെ. അങ്ങനെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് വേണ്ടി വൈദികന്മാർ വന്നു. വീട്ടിലുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശവശരീരം പള്ളിയിലെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി എടുക്കാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് കാൾ ലൂയിസ് പറഞ്ഞു, സ്റ്റോപ്പ്, നിൽക്കണേന്ന് പറഞ്ഞു. അദ്ദേഹം ഓടി അകത്ത് പോയിട്ട് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ അദ്ദേഹത്തിന് കിട്ടിയ തനി സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒളിമ്പിക്സിന്റെ സ്വർണ്ണ മെഡലുമായി തിരിച്ചു വന്നു. ശവപ്പെട്ടി തുറക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം പോയിട്ട് മരിച്ചു കിടക്കുന്ന അച്ഛന്റെ ശവശരീരത്തിന്റെ തല ഉയർത്തി ആ സ്വർണ്ണ മെഡൽ അച്ഛന്റെ കഴുത്തിൽ അണിയിപ്പിച്ചു. ആ ഒളിമ്പിക്സിലെ 100 മീറ്ററിന്റെ ഒറിജിനൽ സ്വർണ്ണ മെഡൽ കഴുത്തിൽ അണിയിപ്പിച്ചു. അങ്ങനെ മൂടി അടച്ചോളാൻ പറഞ്ഞു, കൊണ്ടുപോക്കോളം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ബോഡി പള്ളി സെമിത്തേരിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അമ്മ ഓടിപ്പോയി ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യുന്നത്? ദിസ് ഇസ് നോൺസെൻസ്. ഇതൊരു വിഡ്ഢിത്തമല്ലേ, ഇങ്ങനെ ചെയ്യുന്നത് എന്തിന്? നീ നിനക്കിൽ വെച്ച 100 മീറ്ററിന്റെ ഒളിമ്പിക്സ് മെഡല് ഒരു ഡെഡ് ബോഡി ആയ അച്ഛന്റെ ആ ശരീരത്തിൽ വെച്ചിട്ട് അത് എന്തിനാണ് പിന്നെ സെമിത്തേരിൽ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയത്? സോറി, അത് ചെയ്യരുത്, തിരിച്ചെടുക്കുന്നത്. കാൾ ലൂയിസ് പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ തിരിച്ചെടുക്കില്ല. കാരണം ഈ മെഡൽ എനിക്ക് അവകാശപ്പെട്ടതല്ല, അദ്ദേഹത്തിന് അവകാശപ്പെട്ട. ഈ മെഡൽ നേടാൻ എന്നെ പ്രാർത്ഥനാക്കിയത് ഈ ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹം തന്നെ കൊണ്ടുപോകണം, എനിക്ക് വേണ്ട. വീണ്ടും അമ്മ നിർബന്ധിച്ച് പറഞ്ഞപ്പോ കാൾ ലൂയിസ് അമ്മയെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ആശ്ലേഷിച്ച് കാൾ ലൂയിസ് പറഞ്ഞു, ഡോണ്ട് വറി മമ്മി, ഐ വിൽ ബ്രിങ് യു അനദർ ഗോൾഡ് മെഡൽ ഇൻ 100 മീറ്റേഴ്സ് ആഫ്റ്റർ 6 months. 6 മാസം കാത്തിരിക്കൂ, 100 മീറ്ററിൽ വേറൊരു സ്വർണ്ണ മെഡൽ ഞാൻ കൊണ്ടുവരും. അതുപോലെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ജോൺസണോട് മറ്റുള്ള പറയാനുള്ളത്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില സാക്രിഫൈസുകൾ വേണ്ടി വരും. നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വഴികാട്ടികളെ, ബേബിച്ചേട്ടനെ പോലെയുള്ള, അബ്രാം സാറിനെ പോലുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ക്ലബിനെ വളർത്തി ഈ ഒരു മനോഹരമായ കെട്ടിടത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CD സ്കറിയ സാറിന്റെ വിയർപ്പിന്റെ ഒരു ഫലമാണത്. അബ്രാം സാറിനെ പോലുള്ള ആൾക്കാരുടെ അധ്വാനത്തിന്റെ ഫലമാണത്. അപ്പൊ അതുപോലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തവരുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്, നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവരെ കൂടെ നിർത്താൻ പറ്റണം. അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ അടുത്ത വർഷത്തെ ടീമിന് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് നന്നായി മുന്നോട്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കലും ഒരു മനുഷ്യൻ എയർപോർട്ടിൽ, ഇത് ചിക്കാഗോ എയർപോർട്ടിൽ നടന്നൊരു സംഭവം, മഞ്ഞ് മഴ വീണ് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ആയപ്പോ അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു ചെക്ക് ഇൻ കൗണ്ടറിൽ എല്ലാവരും ബോർഡിംഗ് ഏരിയയിൽ 200ഓളം യാത്രക്കാര് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒരു അനൗൺസ്മെന്റ് വന്നു, സോറി, മഞ്ഞ് മഴ കാരണം ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പൊ അത് ചിക്കാഗോയിൽ നിന്നും അവർക്ക് പോകേണ്ടത് ലോസ് ആഞ്ചലസിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് കൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ഒറ്റ പേര് 200 പേര് ക്യൂ നിന്നിട്ട് അവിടെയുള്ള ലേഡി ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്, ഞങ്ങളുടെ ബോർഡിംഗ് പാസ് മാറ്റി തരണ്ടേ? അങ്ങനെ ആ ലേഡി വളരെ ക്ഷമയോടുകൂടി ഓരോ യാത്രക്കാരുടെയും ബോർഡിംഗ് പാസ് വാങ്ങി അത് സ്ട്രൈക്ക് ചെയ്ത് അവർക്ക് അതിനുശേഷം 4 മണിക്കൂർ ശേഷമുള്ള പോകുമെന്നവർ പ്രതീക്ഷിക്കുന്ന ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് പാസ് കൊടുത്ത് വളരെ വളരെ ക്ഷമയോടുകൂടി അവർ ഓരോ കസ്റ്റമറെയും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
സൂട്ടും കോട്ടുമുട്ട ഏതോ ഒരു കോടീശ്വരൻ ക്യൂ എല്ലാം തെറ്റിച്ച് നേരെ മുന്നിൽ പോയി ആ ലേഡിയോട് പറഞ്ഞു, എനിക്ക് അടുത്ത ഫ്ലൈറ്റിൽ ലോസ് ആഞ്ചലസിലേക്ക് ടിക്കറ്റ് വേണം, അത് ബിസിനസ് ക്ലാസ്സിലായിരിക്കണം. ബിസിനസ് ക്ലാസ് ടിക്കറ്റാ വേണ്ടത്. ഭയങ്കര ഒച്ചത്തിൽ ഭയങ്കര കോടീശ്വരനാണ്. ആ ലേഡി പറഞ്ഞു, സർ ഞാൻ ഓരോരുത്തരെയായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാർ ദയവായി ക്യൂ നിൽക്കണം. സാറിന്റെ ടേൺ വരുമ്പോൾ, ഊഴം വരുമ്പോൾ ഞാൻ അങ്ങയുടെ ആവശ്യം എന്താണോ അത് ഞാൻ പറ്റുമെങ്കിൽ പരിഹരിക്കാം. സർ, നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.